ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾ ഇന്ന് 2.5 വർഷത്തിന് ശേഷം നാട്ടിൽ പോവാണ്. ഞങ്ങൾ ഇന്നലെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓൺലൈനിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ട് വന്നില്ല. പെട്ടെന്ന് തന്നെ അവർ കയറ്റി വിട്ടു. ബോർഡിംഗ് പാസ്സൊക്കെ പെട്ടെന്ന് ഇഷ്യൂ ചെയ്തു. നമ്മൾ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനിലേക്ക് കയറ്റി വിട്ടു. ഇമിഗ്രേഷനും ഫാസ്റ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. ആദ്യം എനിക്ക് ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ കയറി ഞങ്ങൾക്ക് 2 കുപ്പി എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പരിപാടിയിലാണ്. എനിക്ക് എന്താ പറയുക, ഈ ക്യാൻ ഇഷ്ടമായി, നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, ഒരു ഈസ്തറ്റിക് വൈബൊക്കെ വരും. എന്താ ആക്ച്വലി ലെമൺ ഷോർട്ട് ബ്രെഡ് റൗണ്ട്സ്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇത് ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു, പിസ്താഷ്യൂ. പല പെർഫ്യൂം ട്രൈ ചെയ്യുന്നത് ഒരു ക്രൈസാണ്. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഒരു ഇഷ്ടം പോലെ പെർഫ്യൂം ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ ട്രൈ ചെയ്ത് വാങ്ങാൻ തോന്നും. ഇത് കൊള്ളാം. നമ്മളിങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയി അവിടുത്തെ കുറേ പെർഫ്യൂമും സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഇപ്പം ഞങ്ങളെന്താ റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നോർമൽ നമ്മുടെ ഷോപ്സൊന്നും അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ അതും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻ്റ് അല്ല, പക്ഷെ എന്തായാലും ഫുഡ് കഴിക്കുന്ന ഒരു ഫുഡ് കോർട്ട്. റെസ്റ്റോറൻ്റ് അല്ല, ഫുഡ് കോർട്ട്. സോറി, എനിക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ഞങ്ങൾ വിശന്ന് തളർന്ന് കുറേ നടന്നു, പക്ഷെ ഫുഡ് കോർട്ടൊന്നും കണ്ടില്ല. ഫൈനലി നമ്മൾ കോസ്റ്റ കഫേന്ന് കോഫിയും സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതല്ലേ ഹോട്ട് ചോക്ലേറ്റ്. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷെ ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. തൽക്കാലം ഞങ്ങൾ കോസ്റ്റ കോഫിയിൽ നിന്ന് ഇത്രയും ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറുമെന്നറിയില്ല. നമ്മളിപ്പോൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗേറ്റ് 10 നമുക്ക് കിട്ടിയേക്കണേ. നമ്മുടെ ഫ്ലൈറ്റ് 8:55 ഫ്ലൈറ്റ്. ബോർഡിങ് സ്റ്റാർട്ടായിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെന്താ എന്തെങ്കിലും പറയാനുണ്ടോ? വി ആർ റിയലി എക്സൈറ്റഡ്. കുഞ്ഞാണെങ്കിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെൽഫായിട്ട് അവൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അവനെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു കാണാൻ വേണ്ടി. അവനിപ്പം കുറച്ചുകൂടി ക്യാരക്ടർ വൈസ്, ബിഹേവിയറൽ വൈസ് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. UK വന്നിട്ട് ആദ്യമായിട്ടാണ്. അതെ, അത് പ്രത്യേകം പറയണം. UK വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വേറെ. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നമുക്ക് രണ്ടുപേർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി എൻ്റെ ബ്ലോഗിൽ മൊത്തം നാട്ടിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ബൈ. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ലോഞ്ചിലേക്കാണോ പോകുന്നത്? ബോർഡിംഗ് കഴിഞ്ഞ് അതോ ഫ്ലൈറ്റിലോട്ട് കയറുവാണോ? ബോർഡിംഗ് കഴിഞ്ഞു, നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. കയറുവാണെന്ന് തോന്നുന്നു, നോക്കട്ടെ, ഒന്നും അറിയില്ല. അതെ, ആദ്യമായിട്ടാണ് ഭയങ്കര എത്തിഹാദിലേക്ക് കയറുന്നത്. നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഇവിടെ -1 ഞാൻ ജാക്കറ്റൊക്കെ ഊരി കൈ പിടിച്ചേക്കാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്.
നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്കാണ് കയറാൻ പോകുന്നത്. പഠിച്ചോണി നിങ്ങളെ കാത്തോളി. 73. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു എയർ ബസ്സിൽ കയറി, വലിയ ഫ്ലൈറ്റിൽ. സാധാരണ നമ്മൾ എയർ ഇന്ത്യ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒന്നെങ്കിൽ എത്തിഹാദോ അല്ലെങ്കിൽ എമിറേറ്റ്സോ ആയിരുന്നു എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ബോറടിക്കരുതല്ലോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ലായിരുന്നു. ബോറടി മാറ്റാൻ എന്താ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ആനന്ദകരമാക്കാൻ ഞാൻ ബുക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വായിക്കുമല്ലോ എന്നൊക്കെ കണ്ടത് എക്സൈറ്റഡ് ആണ്. എന്താണ് മനസ്സിൽ വരുന്ന വികാരം? എന്താണ് 2.5 വർഷത്തിന് ശേഷം നാട്ടിൽ കുഞ്ഞിനെ കാണണം, അതാണ് മെയിൻ. അവനോട് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഒന്ന് കിടക്കണം. എൻ്റെ റൂമിൽ കിടക്കണം. എൻ്റെ റൂം, എൻ്റെ ബാത്റൂമിൽ എനിക്ക് മണിക്കൂറുകളോളം ഇരിക്കണം. നമ്മളെപ്പോഴും അബുദാബിയിലെത്താ ഒരു 7 മണി 7:30. അബുദാബിയിലെത്തും. 6.5 മണിക്കൂർ. ഏകദേശം. അപ്പോൾ രാവിലെ 7 മണിക്കായിരിക്കും നമ്മൾ അബുദാബിയിലെത്തുന്നത്. അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് 3/4 മണിക്കൂറേ ലേ ഓവറുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഓടേണ്ടി വരും. ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇനി എവിടെയെങ്കിലും എത്തുമ്പോൾ കാണാം. ഒന്നെങ്കിൽ അബുദാബിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കൊച്ചി എത്തുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാം. ഇതായിരുന്നു ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഫുഡ് കേട്ടോ. ഞങ്ങൾ വെജ് ഓപ്ഷനായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോ ജ്യൂസ് ആയിരുന്നു. എനിക്കത് പിന്നെയും കുടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ചോദിക്കാനുള്ള മടി കാരണം ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒരു 12 മണിയായപ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റായി. ബിക്കോസ് ഞാൻ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ചിൽ ചെയ്തിട്ടിരിക്കുവാണ്. എനിക്ക് ഉറക്കം പിടിച്ച് വെക്കാൻ പറ്റില്ല. പിന്നെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഇതെനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേക്കും അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3/4 മണിക്കൂർ ലേ ഓവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഒറ്റ ഓട്ടമായിരുന്നു ഇമിഗ്രേഷൻ ചെക്കിൻ്റെ അവിടേക്കൊക്കെ. പക്ഷേ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡിലേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബാഗേജ് ആണെങ്കിലും എല്ലാം സ്മൂത്തായിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഡെക്കറേറ്റ് ചെയ്തതും അവിടുത്തെ പ്ലാൻസ് വെച്ചേക്കുന്നത് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തേനെ ഡെഫിനറ്റ്ലി. പക്ഷേ സമയമില്ലാത്ത കാരണം നമ്മൾ ഓടുമായിരുന്നു അങ്ങോട്ടേക്ക്. ഞങ്ങൾ കൃത്യം ഉച്ചയ്ക്ക് 2:30 കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് കുറച്ച് ബാഗേജ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ 2 പേരും ഉള്ളത് കൊണ്ട് പെട്ടി കുറച്ച് അധികമായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാണ്. ഫൈനലി നമ്മൾ നാട്ടിലെത്തി 2.5 വർഷത്തിന് ശേഷം. എന്ത് തോന്നുന്നു? എക്സൈറ്റഡ്. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെ തോന്നുന്നു. എനിക്ക് നെഞ്ചൊക്കെ ഇടിക്കുന്നു. എല്ലാത്തൊരു പെപ്പറാണ്. പെട്ടെന്നില്ല എൻ്റെ ചാർജ് ഇപ്പം തീരും. അയ്യോ ഇതായത് അറിയല്ലേ മോശത്തി.
ഓക്കെ വാ 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 ഇമോഷണൽ മൊമെന്റ്. ഞങ്ങളങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. എടപ്പള്ളിയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരെയും കാണാൻ പറ്റിയതിലും. ഇപ്പം നമ്മൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടല്ലേ നാട്ടിലോട്ട് വന്നത്, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു വേറെ. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു വീട്ടിൽ, ഡോക്ടർ ഗ്രീഷ്മ. ഡോക്ടർ ഗ്രീഷ്മ. എല്ലുകൾ ചേർത്ത് കൊടുക്കപ്പെടും, തുന്നിക്കെട്ടി കൊടുക്കപ്പെടും. സർവീസസ്, ഗ്രീയുടെ സർവീസസ് പറഞ്ഞേ. കോയ്യ കോയ്യ. ഇവിടെ ഞങ്ങളുടെ കൂടെ വരിക കേട്ടോ കോഴഞ്ചേരിക്ക്. ലേഡി എന്നിട്ട് നീ അപ്പോൾ പോവും. വലിയ ബിസി ആയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നിവിടെയാണെങ്കിൽ നാളെ കണ്ണൂരാണ്. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇവള് പാറി പറന്ന് നടക്കുന്ന ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ ഇന്നിവള് ഞങ്ങളുടെ കൂടെ വരുക. എന്നിട്ട് ഇവള് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പോകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്ത് തോന്നുന്നു? ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. അല്ല, എന്ത് തോന്നുന്നു? വീട്ടിലെത്തി, അത് ഞാൻ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം തന്നെ ആഗ്രഹം സാധിക്കാൻ പോയി. എങ്ങോട്ട് അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ഒന്ന് ഹോമം വേണം. എല്ലാവരും അതിന് ചുക്കാൻ പിടിച്ച എൻ്റെ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല പുത്തോല കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ തിരുവല്ലയ്ക്ക് പോകാൻ നിൽക്കുവാണ്. ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ്. കാരണം ഞങ്ങൾക്ക് നാളെ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആണ്, എനിക്കറിയാം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.